പ്രിയമുള്ളവരേവർക്കും സ്കൂളിംഗ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LBS ആപ്ലിക്കേഷനിൽ നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ വന്നിട്ടുള്ള ഡിഫക്റ്റുകൾ തിരുത്താനുള്ള കറക്ഷൻ ഇന്നു മുതൽ 5/7/2024 വരെ ആയിരിക്കും. കറക്ഷൻ ആരംഭിച്ചാൽ എങ്ങനെയാണ് വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് കറക്ഷൻ നടത്തുന്നത് എന്നതിൻ്റെ ലൈവ് ഡെമോ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്നതായിരിക്കും. നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ വന്നിട്ടുള്ള തെറ്റുകൾ തിരുത്താനുള്ള അവസാനത്തെ അവസരമായിരിക്കും ഇത്. അതുകൊണ്ട് അപ്ലൈ ചെയ്തിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളും വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് എന്തെങ്കിലും ഡിഫക്റ്റുകളുണ്ടോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. നമുക്ക് ഇവിടെ കാണുന്ന ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി മുന്നോട്ട് പോകാം. ആദ്യം ആപ്ലിക്കേഷൻ റിജക്റ്റ് ആവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ വെബ്സൈറ്റ് ലോഗിനിൽ ഇങ്ങനെയാണ് കാണുന്നത് എങ്കിൽ ആപ്ലിക്കേഷൻ റിജക്റ്റഡ് പ്രൊവിഷണലി എന്നാണ് കാണുന്നത് എങ്കിൽ എന്താണോ ഇതിന് കാരണമായിട്ട് വന്നിട്ടുള്ളത് അത് കൃത്യമായിട്ട് നിങ്ങൾ പരിഹരിച്ച് നൽകണം. അല്ലാത്ത പക്ഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആവുന്നതായിരിക്കും. നിങ്ങൾക്ക് ഓപ്ഷൻ നൽകാനോ റാങ്ക് ലിസ്റ്റിൽ സ്ഥാനം ലഭിക്കാനോ ഉള്ള സാധ്യത ഉണ്ടാകുന്നതല്ല. അതുകൊണ്ട് എന്താണ് ഇതിന് കാരണമായിട്ട് അവിടെ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് ലോഗിനിൽ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. അത് കൃത്യമായിട്ട് പരിഹരിച്ച് നൽകണം 5/7/2024 മുൻപായി. ഇനി നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ ഇതുപോലെ ആപ്ലിക്കേഷൻ ആക്സെപ്റ്റഡ് പ്രൊവിഷണലി എന്നും കൂടാതെ റിമാർക്സിൽ ചില തെറ്റുകൾ ഡിഫക്റ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എങ്കിൽ അത്തരം വിദ്യാർത്ഥികൾ ആ കാര്യങ്ങൾ ചെയ്തു നൽകിയാൽ മതിയാകുന്നതാണ്. ഇനി നിങ്ങൾ ചെയ്തില്ല എങ്കിൽ പോലും നിങ്ങളുടെ ആപ്ലിക്കേഷൻ ആക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ എന്താണോ റിമാർക്സിൽ അവിടെ പറഞ്ഞിരിക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ക്ലെയിം നഷ്ടപ്പെടുന്നതായിരിക്കും. പലപ്പോഴും ഇത് വരിക റിസർവേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ആയിരിക്കും. അതായത് NCL സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, EWS സർട്ടിഫിക്കറ്റ് ഇതെല്ലാം മാറിപ്പോയ സാഹചര്യമോ തെറ്റായത് അപ്ലോഡ് ചെയ്ത സാഹചര്യമോ ഒക്കെ ഉണ്ടായിരിക്കും. അതെല്ലാം കൃത്യമായിട്ടുള്ളത് അപ്ലോഡ് ചെയ്ത് നൽകി നിങ്ങളുടെ ക്ലെയിം പുനഃസ്ഥാപിക്കുന്നതായിരിക്കും ഉചിതം. ഇനി LBS റിമാർക്സിൽ കാണിക്കാത്ത മറ്റെന്തെങ്കിലും ഗുരുതരമായിട്ടുള്ള തെറ്റ് നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ വന്നു പോയിട്ടുണ്ട് എങ്കിൽ അതും നിങ്ങൾ കൃത്യമായിട്ട് തിരുത്തേണ്ടതാണ്. അതിനുള്ള സൗകര്യവും വെബ്സൈറ്റിൽ ഉണ്ടാവുന്നതാണ്. അതെല്ലാം എങ്ങനെയാണ് എന്നുള്ള കാര്യം നമ്മുടെ ഡെമോ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. ഇനി പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന മറ്റൊരു കാര്യമാണ്, ഇപ്പോൾ പല യൂണിവേഴ്സിറ്റികളിലും ഡിഗ്രി UG അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ജോയിൻ ചെയ്താൽ എങ്ങനെ LBSലേക്ക് വന്ന് ജോയിൻ ചെയ്യും? അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ LBSൽ എങ്ങനെ അഡ്മിഷൻ എടുക്കും എന്നുള്ള കാര്യം. അവിടെ നിന്ന് LBSലേക്ക് ട്രാൻസ്ഫർ ഒന്നും അനുവദിക്കുന്നതല്ല. നിങ്ങളവിടെ TCക്ക് അപ്ലൈ ചെയ്യേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് പുതിയ TCയും അതുപോലെ തന്നെ കോണ്ടാക്ട് സർട്ടിഫിക്കറ്റും അവിടെ നിന്ന് ലഭിക്കുന്നതാണ്. അതുമായിട്ട് നിങ്ങൾക്ക് LBSൽ പോയി ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഏത് കോളേജിൽ TCക്ക് അപ്ലൈ ചെയ്താലും അവർക്കത് നൽകൽ നിർബന്ധമുള്ള കാര്യമാണ്. കൂടാതെ നിങ്ങൾ അവിടെ നൽകിയിരിക്കുന്ന സർട്ടിഫിക്കറ്റ്സുകളെല്ലാം തിരികെ നൽകുന്നതായിരിക്കും. പക്ഷേ മറ്റൊരു കാര്യമുണ്ട്, നിങ്ങൾ അഡ്മിഷൻ സമയത്ത് കോളേജിൽ നൽകിയിട്ടുള്ള ഫീസ് ഭാഗികമായിട്ടോ പൂർണ്ണമായിട്ടോ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അത് ഓരോ കോളേജിനും അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. കൂടാതെ നിങ്ങൾ വളരെ ലേറ്റായിട്ടാണ് TC വാങ്ങിപ്പോരുന്നത് എങ്കിൽ അതും കൂടുതൽ ഫീസ് നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ടാക്കുന്നുണ്ട്. ഇനി അടുത്തത് NOC നിർബന്ധം ആർക്കാണ്? ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ്, എന്താണ് NOC? ആർക്കാണ് LBSൽ ജോയിൻ ചെയ്യുമ്പോൾ NOC ആവശ്യമായിട്ട് വരിക? NOC എന്നാൽ അതിൻ്റെ ഫുൾ ഫോം നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ആണ്. അതായത് LBSൻ്റെ 3 അലോട്ട്മെൻറ്റുകൾ കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടുള്ള ഫീസുകൾ നൽകി നിങ്ങൾ കോളേജുകളിൽ പോയിട്ട് ജോയിൻ ചെയ്യേണ്ടി വരുന്നതാണ്. ആ സമയം സെൽഫ് ഫിനാൻസ് കോളേജിൽ ജോയിൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾ പലരും മറ്റു കോളേജുകളിലേക്ക് മാറാൻ താല്പര്യമുള്ളവർ ആയിരിക്കും. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ആണ് എങ്കിൽ അഡ്മിഷൻ സമയത്ത് നിങ്ങൾ കോളേജിൽ നിന്ന് NOC വാങ്ങിക്കേണ്ടതാണ്. NOC എന്നാൽ പിന്നീട് വരുന്ന സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ നിങ്ങൾ പങ്കെടുത്ത് ഓപ്ഷൻ നൽകി പങ്കെടുത്ത് നിങ്ങൾക്ക് അതിലേക്ക് മറ്റേതെങ്കിലും കോളേജിലേക്ക് ലഭിക്കുകയാണ് എങ്കിൽ നിങ്ങൾ ആദ്യം അഡ്മിഷൻ എടുത്ത കോളേജിൽ നിന്ന് നിങ്ങൾ അവിടെ നൽകിയിരിക്കുന്ന സർട്ടിഫിക്കറ്റ്സ് എല്ലാം തിരികെ തരും. അതുപോലെ തന്നെ ഫീസ് എല്ലാം തിരികെ തരും എന്നതിന് നിങ്ങൾക്ക് കോളേജ് നൽകുന്ന ഒരു സമ്മതപത്രമാണ്. ഈ ഒരു സമ്മതപത്രം വിദ്യാർത്ഥികൾ സെൽഫ് ഫിനാൻസ് കോളേജിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ ഓപ്ഷൻ നൽകുന്ന സമയത്ത് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതുണ്ട്. അങ്ങനെ NOC അപ്ലോഡ് ചെയ്യുന്നവരെ മാത്രമേ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിന് വേണ്ടി LBS പരിഗണിക്കുകയുള്ളൂ. പക്ഷേ ചില കോളേജുകളൊന്നും വിദ്യാർത്ഥികൾക്ക് NOC നൽകാറില്ല. അങ്ങനെ NOC നൽകിയിട്ടില്ല എങ്കിൽ അത്തരം വിദ്യാർത്ഥികൾക്ക് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതല്ല. NOC നൽകണം എന്നുള്ളത് കോളേജുകൾക്ക് നിർബന്ധം ഉള്ള കാര്യമല്ല. അവർക്ക് താല്പര്യമുണ്ട് എങ്കിൽ മാത്രം NOC നൽകിയാൽ മതി എന്ന് സർക്കാരിൻ്റെ നിയമമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. പക്ഷേ ഭൂരിഭാഗം കോളേജുകളും നിങ്ങൾക്ക് ഗവൺമെൻറ് കോളേജിലേക്ക് ലഭിക്കുകയാണ് എങ്കിൽ സർട്ടിഫിക്കറ്റ്സും ഫീസും തിരികെ തരും. പക്ഷേ സെൽഫ് ഫിനാൻസ് കോളേജിലേക്കാണ് ലഭിക്കുന്നത് എങ്കിൽ സർട്ടിഫിക്കറ്റ്സും ഫീസും തിരികെ തരുന്നതല്ല എന്നുള്ള NOC നൽകുന്നവരുണ്ട്.
ഇനി ഏതെങ്കിലും കോളേജിൽ ബിടെക്കിനോ അല്ലെങ്കിൽ ഡിഗ്രി കോഴ്സുകൾക്കോ ജോയിൻ ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളാണ് എങ്കിൽ അവർ അവിടെ നിന്ന് TCയും സർട്ടിഫിക്കറ്റ്സും മാത്രം വാങ്ങി LBSയിൽ വന്ന് ജോയിൻ ചെയ്യാവുന്നതാണ്. അവർക്ക് NOCയുടെ ആവശ്യമില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഈ വർഷത്തെ LBS അഡ്മിഷൻ SPMA, CPAS, PNC MAC, AMC, SFN, CK അതുപോലെ ഡിഗ്രി അഡ്മിഷൻ ഇതുമായെല്ലാം ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള അപ്ഡേഷനുകൾ ഈ ഒരു ചാനൽ വഴി ലഭിക്കുന്നതായിരിക്കും. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ട് എങ്കിലും സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം.